കുറച്ച് തേക്ക് വിശേഷമായാലോ. ഇത് തേക്ക് മരം ഉണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും അസുഖമോ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ ലീവ്സ് ഒക്കെ ഇരിക്കുന്നത്. ഇതിന്റെ ലീവ്സ് കണ്ടോ, മുയലിന്റെ ചെവി പോലെയല്ല, ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ വളച്ച് വരച്ച് അതേ പോയിന്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു മുയൽ ചെവിയൊക്കെ പോലെയൊക്കെ തോന്നും. അപ്പൊ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള മരമാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇതിന് ഒരു പിഗ്മെന്റിന്റെ നേച്ചേഴ്സും ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എന്നെ ഒരു കസിൻ കൈ ഇങ്ങനെ ചുമപ്പിച്ച് കാണിച്ചിട്ട് ചൊറിയണം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റിച്ച കാര്യം. അപ്പൊ ആക്ച്വലി ഈ കൈ എങ്ങനെ ഇതുപോലെ ഈസി ആയിട്ട് ചുമക്കും പിഗ്മെന്റേഷൻ വരുമെന്ന് ആക്ച്വലി എനിക്ക് പപ്പ പണ്ടേ കാണിച്ചു തന്നായിരുന്നു. അതുകൊണ്ടൊക്കെ കൂടിയാണ് എനിക്ക് അന്ന് സംശയം വന്നത്. ഞങ്ങൾ വീട് വെക്കുന്നേക്കാളും മുന്നേ തറ കെട്ടുന്ന സമയത്ത് അവിടെ ഇങ്ങനെ തേക്കുമരം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് തലരയില വെച്ചാൽ ഇങ്ങനെ പിഗ്മെന്റ് ആവുന്നത് എനിക്ക് പപ്പ കാണിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ കൈ ഇതുപോലെ ചുമന്ന് വരും. ബ്യൂട്ടിഫുൾ അല്ലേ? അതിന്റെ തളിരയാണ് കുറച്ചും കൂടി ഈസി. ബാക്കി മൂത്ത ഇലകളും വെച്ച് ചെയ്താലും കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. കുറച്ചും കൂടി ഈസി ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത്. അതുണ്ടാവും ഒരു പിങ്കിഷ് ആയിട്ടായിരിക്കും അതിന്റെ തളിരല വരുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാം പിഗ്മെന്റ് ഉണ്ടാവുമെന്ന്. അപ്പൊ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തളിരല ജസ്റ്റ് ഇങ്ങനെ പറിച്ചിട്ട് നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്താൽ മതി. ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ഉരക്കാം. അപ്പോൾ കണ്ടോ ആ ലീഫ് പിഗ്മെന്റ്